വെൽക്കം ബാക്ക്. ഹാവ് ഉപയോഗിക്കുന്ന ചില കോൺവെർസേഷണൽ സ്ട്രക്ചേഴ്സ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മെയിൻലി നോക്കുന്നത്. ഹാവ് എന്ന് പറയുമ്പോൾ അത് മെയിൻ വെർബായും ഓക്സിലറി വെർബായും നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. മെയിൻ വെർബായി ഉപയോഗിക്കുമ്പോൾ ഉണ്ട് എന്ന അർത്ഥത്തിലാണ് നമ്മൾ ഹാവും ഹാസും ഉപയോഗിക്കുന്നത്. സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ് ഇങ്ങനെ ഉണ്ട് എന്ന അർത്ഥത്തിൽ നമ്മൾ ഹാസും ഹാവും ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഉണ്ടായിരുന്നു എന്ന അർത്ഥത്തിൽ നമ്മൾ സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ ഹാഡ് ഉപയോഗിക്കും. ഓക്സിലറി ആയി ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഹാസും ഹാവും ഉപയോഗിക്കുന്നത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസും പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസും ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ്. ഓക്സിലറി ആയി ഹാഡ് ഉപയോഗിക്കുന്നത് പാസ്റ്റ് പെർഫെക്റ്റും പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസും ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ്. അപ്പൊ ഹാസ് അല്ലെങ്കിൽ ഹാവ് കാണുമ്പോൾ തന്നെ ആ സെന്റൻസ് പ്രസന്റ് പെർഫെക്റ്റിലാണ് എന്ന് കരുതരുത്. ഹാസും ഹാവും മാത്രമേ ഉള്ളൂ എങ്കിൽ, അതായത് ഹാസും ഹാവും ആണ് ആ സെന്റൻസിൽ ആകെയുള്ള വെർബെങ്കിൽ ആ സെന്റൻസ് സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ്. ഹാസിനും ഹാവിനും ശേഷം ഒരു V3 ഒരു പാസ്റ്റ് പാർട്ടിസിപ്പിൾ വരുമ്പോൾ മാത്രമാണ് അത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിൽ വരുന്നത്. അതുപോലെ തന്നെ ഹാഡ് മാത്രമാണ് ഒരു സെന്റൻസിൽ ഉള്ളതെങ്കിൽ ആ സെന്റൻസ് സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ്, പാസ്റ്റ് പെർഫെക്റ്റിലല്ല. ഹാഡിന് ശേഷം V3 വരുമ്പോൾ മാത്രമാണ് അത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസായി മാറുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മെയിൻലി നോക്കുന്നത് ഹാസിന്റെയും ഹാവിന്റെയും മെയിൻ വെർബായുള്ള യൂസ് ആണ്. നേരത്തെ ചെയ്ത പല വീഡിയോസിലും വളരെ ബ്രീഫായി ഇത് പറഞ്ഞു പോയിട്ടുണ്ട്. ഇനി കുറച്ചുകൂടി ഡീറ്റെയിൽ ആയി നമുക്കത് നോക്കാം. അവൾക്ക് 3 കുട്ടികളുണ്ട്. ഇതെങ്ങനെയാണ് നമ്മൾ പറയുന്നത്? ഉണ്ട് എന്നാണ് പറയേണ്ടത്. ഉണ്ട് എന്ന അർത്ഥത്തിൽ നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസിൽ ഉപയോഗിക്കുന്ന 2 ഓക്സിലറീസ് ആണ് ഹാസും ഹാവും. ഹാസ് നമ്മൾ ഉപയോഗിക്കുക സിംഗുലർ സബ്ജക്ട്സിന്റെ കൂടെയാണ്. ഹാവ് നമ്മൾ ഉപയോഗിക്കുന്നത് പ്ലൂറൽ സബ്ജക്ട്സിന്റെ കൂടെയാണ്. ഇവിടുത്തെ സബ്ജക്റ്റ് ഷീ ആണ്. ഷീ ഒരു സിംഗുലർ സബ്ജക്റ്റ് ആണ്. അത് കാരണം നമ്മളിത് എങ്ങനെ പറയും? ഷീ ഹാസ് 3 ചിൽഡ്രൻ. അവൾക്ക് 3 കുട്ടികളുണ്ട്. ഇവിടെ ഹാസിന് പകരം നമുക്ക് ഹാസ് ഗോട്ടും ഉപയോഗിക്കാൻ സാധിക്കും. നമുക്കിത് ഇങ്ങനെയും പറയാം, ഷീ ഹാസ് ഗോട്ട് 3 ചിൽഡ്രൻ. ഇത് രണ്ടും തമ്മിലെ മീനിങ്ങിൽ ഒരു ഡിഫറൻസും ഇല്ല. ഷീ ഹാസ് 3 ചിൽഡ്രൻ എന്ന് പറഞ്ഞാലും ഷീ ഹാസ് ഗോട്ട് 3 ചിൽഡ്രൻ എന്ന് പറഞ്ഞാലും ഒരേ മീനിങ് തന്നെയാണ്. ആക്ച്വലി ഇങ്ങനെ ഗോട്ട് ഉപയോഗിച്ചിട്ടുള്ള ഈ ഹാസ് ആണ് നമ്മൾ നോർമലി സംസാരിക്കുമ്പോഴെല്ലാം കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ഷീ ഹാസ് 3 ചിൽഡ്രൻ എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ കോമൺ ആണ് ഷീ ഹാസ് ഗോട്ട് 3 ചിൽഡ്രൻ എന്ന് പറയുന്ന രീതി. നിനക്ക് ഇവിടെ സുഹൃത്തുക്കൾ ആരെങ്കിലും ഉണ്ടോ? ഉണ്ട് എന്ന അർത്ഥത്തിൽ നമുക്ക് ഹാവും ഹാസും ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഹാസ് ഗോട്ടും ഹാവ് ഗോട്ടും ഉപയോഗിക്കാം. ഉണ്ടോ എന്ന് ചോദിക്കുന്നതിന് വേണ്ടി നമുക്ക് ഡു യു ഹാവ് എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ഹാവ് യു ഗോട്ട് എന്ന് ചോദിക്കാം. 2 സ്ട്രക്ചേഴ്സ് പോസിബിൾ ആണ്. നമുക്കിത് ഇങ്ങനെ ചോദിക്കാം, നിനക്ക് ഇവിടെ സുഹൃത്തുക്കൾ ആരെങ്കിലും ഉണ്ടോ? ഡു യു ഹാവ് എനി ഫ്രണ്ട്സ്? ഏതെങ്കിലും സുഹൃത്തുക്കൾ എന്ന അർത്ഥത്തിലാണ് നമ്മൾ എനി ഫ്രണ്ട്സ് എന്ന് പറയുന്നത്. ഡു യു ഹാവ് എനി ഫ്രണ്ട്സ് ഹിയർ? അല്ലെങ്കിൽ എന്ത് ചോദിക്കാം? ഹാവ് യു ഗോട്ട് എനി ഫ്രണ്ട്സ് ഹിയർ? രണ്ടും ഉപയോഗിക്കാവുന്നതാണ്. ഇവിടെ ഡു ഉപയോഗിക്കാൻ കാരണം മനസ്സിലായോ? ഈ സെന്റൻസിലെ ഹാവ് മെയിൻ വെർബാണ്. യു ഹാവ് ഫ്രണ്ട്സ് ഹിയർ എന്നത് അഫിർമേറ്റീവ് സെന്റൻസ് ആണ്. ആ സെന്റൻസിലുള്ള ഹാവ് മെയിൻ വെർബാണ്. ആ സെന്റൻസിൽ വേറെ വേർബ്സ് ഒന്നും വരുന്നില്ല. യു ഹാവ് ഫ്രണ്ട്സ് എന്ന സെന്റൻസ് സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ്. സിമ്പിൾ പ്രസന്റ് ടെൻസിൽ ക്വസ്റ്റ്യനോ നെഗറ്റീവോ ഉണ്ടാക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഓക്സിലറീസ് ആണ് ഡൂവും ഡസും. അപ്പോൾ യു ഹാവ് ഫ്രണ്ട്സ് എന്നതിൻ്റെ ക്വസ്റ്റ്യൻ ഫോമായി നമുക്ക് ഡു യു ഹാവ് ഫ്രണ്ട്സ് എന്ന് ചോദിക്കാം. നിനക്ക് ഇവിടെ സുഹൃത്തുക്കളുണ്ടോ? ഇതുപോലെ തന്നെ നമുക്ക് ചോദിക്കാം ഹാവ് യു ഗോട്ട് ഫ്രണ്ട്സ് എന്ന് ചോദിക്കാം. യു ഹാവ് ഫ്രണ്ട്സ് എന്നതിൻ്റെ ക്വസ്റ്റ്യൻ ഫോം അല്ലാതെ യു ഹാവ് ഗോട്ട് ഫ്രണ്ട്സ് എന്നതിൻ്റെ ക്വസ്റ്റ്യൻ ഫോം ആണ് ഹാവ് യു ഗോട്ട് ഫ്രണ്ട്സ് എന്നത്. യു ഹാവ് ഗോട്ട് ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ അതിൽ ഹാവ് ഓക്സിലറി വെർബാണ്, ഗോട്ടാണ് മെയിൻ വെർബായി വന്നിട്ടുള്ളത്. ഇങ്ങനെ ഹാവ് ഓക്സിലറി ആകുമ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ ആ ഹാവിനെ എടുത്ത് സബ്ജക്റ്റിന് മുന്നിൽ വെച്ചാൽ മതി. അതായത് യു ഹാവ് ഗോട്ട് ഫ്രണ്ട്സ് എന്നതിൻ്റെ ക്വസ്റ്റ്യൻ ഫോമായി നമുക്ക് ഹാവ് യു ഗോട്ട് ഫ്രണ്ട്സ് എന്ന് ചോദിക്കാം. ഹാവ് യു ഗോട്ട് ഫ്രണ്ട്സ് എന്ന് ചോദിച്ചാലും ഡു യു ഹാവ് ഫ്രണ്ട്സ് എന്ന് ചോദിച്ചാലും മീനിങ് ഒന്ന് തന്നെയാണ്. സിമ്പിൾ പ്രസന്റ് ടെൻസിൽ ഹാവ് മെയിൻ വെർബായി വരുന്ന സാഹചര്യങ്ങളിൽ നമുക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ ഹാവ് ഉപയോഗിക്കാം, ഡൂവും ഉപയോഗിക്കാം. ഡു ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിനുശേഷം നമ്മൾ സബ്ജക്റ്റും പിന്നെ ഹാവും വരും. ഹാവ് ഉപയോഗിച്ചാണ് നമ്മൾ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നതെങ്കിൽ സബ്ജക്റ്റിന് ശേഷം ഗോട്ട് ഉപയോഗിക്കണം. ഹാവ് യു ഫ്രണ്ട്സ് ഹിയർ എന്ന് മാത്രം ചോദിക്കരുത്, അത് വളരെ അൺകോമൺ ആണ്. ഒന്നുകിൽ ഡു യു ഹാവ് ഫ്രണ്ട്സ് ഹിയർ എന്ന് ചോദിക്കുക, അല്ലെങ്കിൽ ഹാവ് യു ഗോട്ട് ഫ്രണ്ട്സ് ഹിയർ എന്ന് ചോദിക്കുക. ഹാവ് യു ഫ്രണ്ട്സ് ഹിയർ എന്ന് മാത്രമായി ചോദിക്കരുത്. എനിക്ക് തലവേദന ഉണ്ട്. ഇവിടെയും നമുക്ക് ഉണ്ട് എന്നാണ് പറയേണ്ടത്. സബ്ജക്റ്റ് ഞാനാണ്, ഐ ആണ്. ഐ ഹാവ് എ ഹെഡ് ഏക്ക്, അല്ലെങ്കിൽ ഐ ഹാവ് ഗോട്ട് എ ഹെഡ് ഏക്ക്. 2 രീതിയിലും നമുക്കിത് പറയാം. എനിക്ക് തലവേദന ഉണ്ട്, ഐ ഹാവ് എ ഹെഡ് ഏക്ക്, അല്ലെങ്കിൽ ഐ ഹാവ് ഗോട്ട് എ ഹെഡ് ഏക്ക്. നിനക്ക് കൂടെ തലവേദന വരാറുണ്ടോ? ഇത് ചോദ്യമാണ്. റിപ്പീറ്റഡ് ആയ ഒരു ആക്ഷനെ കുറിച്ചാണ് ചോദ്യം. റിപ്പീറ്റഡ് ആയ ഒരു ആക്ഷൻ അല്ലെങ്കിൽ ഒരു സിറ്റുവേഷനെ കുറിച്ചാണ് ചോദ്യം. ഇപ്പോൾ തലവേദന ഉണ്ടോ എന്നല്ല ചോദിക്കുന്നത്, കൂടെ തലവേദന വരാറുണ്ടോ എന്നാണ്. കൂടെ എന്നതിന് നമുക്ക് ഓഫൺ എന്ന അഡ്വർബ് ഉപയോഗിക്കാം. ഇങ്ങനെ വരുമ്പോൾ റിപ്പീറ്റഡ് ആയ ആക്ഷൻസിനെ കുറിച്ച് അല്ലെങ്കിൽ സിറ്റുവേഷൻസിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഹാവ് ഗോട്ട് ഉപയോഗിക്കില്ല. അതിന് പകരം നമ്മൾ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ ഇവിടെ ഉപയോഗിക്കുന്നത് ഡു ആണ്. ഇതെങ്ങനെയാണ് നമ്മൾ ചോദിക്കുക?
ഡു യു ഓഫൺ ഹാവ് ഹെഡ് ഏക്സ്? നിനക്ക് കൂടെ തലവേദന വരാറുണ്ടോ? ഹാവ് യു ഓഫൺ ഗോട്ട് ഹെഡ് ഏക്സ് എന്ന് ചോദിക്കരുത്, തെറ്റാണ്. ഡു യു ഓഫൺ ഹാവ് ഹെഡ് ഏക്സ്? റിപ്പീറ്റഡ് ആയ കാര്യങ്ങളെ കുറിച്ച് പറയാൻ നമ്മൾ ഹാവ് ഗോട്ട് ഉപയോഗിക്കില്ല. ഇപ്പോൾ എന്തെങ്കിലും ഉണ്ട് എന്ന് പറയുന്നതിന് വേണ്ടിയാണ് ഹാവ് ഗോട്ട് ഉപയോഗിക്കുന്നത്. റിപ്പീറ്റഡ് ആയിട്ട് പതിവായിട്ടൊരു കാര്യം സംഭവിക്കുന്നുണ്ട് അല്ലെങ്കിൽ സംഭവിക്കാറുണ്ടോ, ഉണ്ടാവാറുണ്ടോ, അതൊന്നും ചോദിക്കാൻ നമ്മൾ ഹാവ് ഗോട്ട് ഉപയോഗിക്കില്ല. അതിന് ഡു തന്നെ ഉപയോഗിക്കുക. ഇതിന് നെഗറ്റീവ് ഫോമിൽ നമ്മൾ ഡോണ്ട് ആണ് ഉപയോഗിക്കുക. ഐ ഡോണ്ട് ഓഫൺ ഹാവ് ഹെഡ് ഏക്സ്. എനിക്ക് കൂടെ തലവേദന വരാറില്ല. ഐ ഹാവിൻറ്റ് ഓഫൺ ഗോട്ട് എന്ന് പറയരുത്. ഐ ഡോണ്ട് ഓഫൺ ഹാവ് ഹെഡ് ഏക്സ്. അഫിർമേറ്റീവ് ഫോമിലും ഐ ഓഫൺ ഹാവ് ഹെഡ് ഏക്സ് എന്നാണ് പറയുക. ഐ ഓഫൺ ഹാവ് ഗോട്ട് ഹെഡ് ഏക്സ് എന്ന് പറയരുത്. നിനക്ക് നാളെ മീറ്റിംഗ് ഉണ്ടോ? നാളെ ഉണ്ടോ? ഒരു പ്രത്യേക ഒക്കേഷനിൽ ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. നമുക്ക് ഡു ഉപയോഗിച്ചും ചോദിക്കാം, ഹാവ് ഉപയോഗിച്ചും ചോദിക്കാം. ഡു യു ഹാവ് എ മീറ്റിംഗ് ടുമോറോ? നിനക്ക് നാളെ മീറ്റിംഗ് ഉണ്ട്. അല്ലെങ്കിൽ എങ്ങനെ ചോദിക്കാം? ഹാവ് യു ഗോട്ട് എ മീറ്റിംഗ് ടുമോറോ? നിനക്ക് നാളെ ഒരു മീറ്റിംഗ് ഉണ്ടോ? ഒരു പ്രത്യേക ഒക്കേഷനിൽ ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഹാവ് ഗോട്ട് ഉപയോഗിക്കാവുന്നതാണ്, ഡു യു ഹാവ് ഉപയോഗിക്കാവുന്നതാണ്. നിനക്ക് ഇടയ്ക്കിടെ മീറ്റിംഗ് ഉണ്ടാവാറുണ്ടോ? ഇത് റിപ്പീറ്റഡ് ആയ ഒരു കാര്യത്തിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഹാവ് ഗോട്ട് ഉപയോഗിക്കില്ല. അതിന് പകരം നമ്മൾ ഉപയോഗിക്കുന്നത് ഡു ആണ്. ഡു യു ഓഫൺ ഹാവ് മീറ്റിംഗ്സ്? നിനക്ക് കൂടെ മീറ്റിംഗ്സ് ഉണ്ടാവാറുണ്ടോ? ഹാവ് യു ഓഫൺ ഗോട്ട് മീറ്റിംഗ്സ് എന്നല്ല പറയുന്നത്, ഡു യു ഓഫൺ ഹാവ് മീറ്റിംഗ്സ് എന്നാണ്. എനിക്ക് കൂടെ മീറ്റിംഗ്സ് ഉണ്ടാവാറുണ്ട് എന്നാണ് പറയേണ്ടതെങ്കിലോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയുക ഐ ഓഫൺ ഹാവ് മീറ്റിംഗ്സ് എന്നാണ്. ഐ ഓഫൺ ഹാവ് ഗോട്ട് മീറ്റിംഗ്സ് എന്ന് പറയാറില്ല. ഞങ്ങൾക്ക് സാറ്റർഡേ മീറ്റിംഗ് സാധാരണ ഉണ്ടാവാറില്ല. ഞങ്ങൾക്ക് സാധാരണ സാറ്റർഡേ മീറ്റിംഗ് ഉണ്ടാവാറില്ല. സാധാരണ എന്ന് എഴുതാൻ വിട്ടുപോയതാണ്. സാധാരണ എന്നതിന് നമുക്ക് യൂഷ്വലി എന്ന് പറയാം. ഇവിടെയും നമ്മൾ റിപ്പീറ്റഡ് ആയ ഒരു കാര്യത്തിനെ കുറിച്ച് അല്ലെങ്കിൽ പതിവായിട്ടുള്ള ഒരു കാര്യത്തിനെ കുറിച്ചാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഹാവ് ഗോട്ട് ഉപയോഗിക്കുന്നില്ല. അതിന് പകരം നമ്മൾ ഉപയോഗിക്കുന്നത് ഡോണ്ട് ഹാവ് ആണ്. വി ഡോണ്ട് യൂഷ്വലി ഹാവ് മീറ്റിംഗ്സ് ഓൺ സാറ്റർഡേയ്സ്. വി ഡോണ്ട് യൂഷ്വലി ഹാവ് മീറ്റിംഗ്സ് ഓൺ സാറ്റർഡേയ്സ്. ഇവിടെ യൂഷ്വലിയുടെ പൊസിഷൻ ശ്രദ്ധിക്കുക. അത് ഡോണ്ട് എന്ന ഓക്സിലറി വെർബിനും ഹാവിനും ഇടയിലാണ് വന്നിട്ടുള്ളത്. ഇങ്ങനെ വെർബിൽ രണ്ടോ അതിൽ കൂടുതലോ വാക്കുകൾ വരുമ്പോൾ ഫ്രീക്വൻസി അഡ്വേർബ്സ് അതിലെ ആദ്യത്തെ വെർബ് ഏതോ അതിന് ശേഷമാണ് വരിക. വി യൂഷ്വലി ഡോണ്ട് ഹാവ് എന്നല്ല നമ്മൾ പറയുന്നത്, വി ഡോണ്ട് യൂഷ്വലി ഹാവ് എന്നാണ് പറയുന്നത്. അഡ്വർബ് ഇവിടെ വന്നത് ഡോണ്ടിന് ശേഷമാണ്. പിന്നെ മെയിൻ വെർബായ ഹാവിന് മുന്നിലുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഈ സെന്റൻസിൽ ഹാവ് ഓക്സിലറി അല്ല, മെയിൻ വെർബാണ്. ഹാവ് ഓക്സിലറി ആകുമ്പോൾ നമ്മൾ അതിന്റെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ ഹാവിനെ എടുത്ത് സബ്ജക്റ്റിന് മുന്നിൽ വയ്ക്കും, അത്രേ ചെയ്യുള്ളൂ. അതുപോലെ തന്നെ നെഗറ്റീവ് ഉണ്ടാക്കാൻ ഹാവ് നോട്ട് ഉപയോഗിക്കും. അങ്ങനെയാണ് ചെയ്യുക. ഹാവ് മെയിൻ വെർബായി വരുന്ന സാഹചര്യങ്ങളിലാണ് നമ്മളിങ്ങനെ ഡു ഉപയോഗിച്ച് ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നത്. ഇതെപ്പോഴും ഓർത്തിരിക്കണം. പലപ്പോഴും കൺഫ്യൂഷന് കാരണമാവാറുണ്ട്. ഹാവ് നമുക്ക് മെയിൻ വെർബായും യൂസ് ചെയ്യാം, ഓക്സിലറി വെർബായും യൂസ് ചെയ്യാം. മെയിൻ വെർബായി ഹാവ് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം ഉണ്ട് എന്നാണ്. ഇങ്ങനെ ഉണ്ട് എന്ന അർത്ഥത്തിൽ നമ്മൾ ഹാവ് ഉപയോഗിക്കുമ്പോഴാണ് നമ്മൾ അതിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ നമ്മൾ ഡു ഉപയോഗിക്കുന്നത്. ഓക്സിലറി ആയി ഹാവ് ഉപയോഗിക്കുമ്പോൾ അതിനുശേഷം മറ്റേതെങ്കിലും ഒരു വെർബിന്റെ V3 ഉണ്ടായിരിക്കും. അവിടെ ഹാവിൻ്റെ അർത്ഥം ആ V3യുടെ അർത്ഥം എന്തോ അതുമായി ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. ഹാവ് സീൻ എന്ന് പറഞ്ഞാൽ കണ്ടിട്ടുണ്ട് എന്നർത്ഥം. ഹാവ് ബീൻ ദർ എന്ന് പറഞ്ഞാൽ അവിടെ പോയിട്ടുണ്ട് എന്നർത്ഥം. ഹാവ് ബ്രോക്കൺ എന്ന് പറഞ്ഞാൽ ഉടച്ചിട്ടുണ്ട് അല്ലെങ്കിൽ പൊട്ടിച്ചിട്ടുണ്ട് എന്നർത്ഥം. ഹാവിന് സ്വന്തമായൊരു മീനിങ് അത്തരം സെന്റൻസസിലില്ല. പക്ഷെ മെയിൻ വെർബായി ഹാവ് ഉപയോഗിക്കുമ്പോൾ അതിന് ഉണ്ട് എന്ന മീനിങ് ഉണ്ട്. നിന്റെ കയ്യിൽ ടോർച്ച് ഉണ്ടോ? നമുക്കിത് എങ്ങനെ ചോദിക്കാം? ഡു ഉപയോഗിച്ച് ചോദിക്കാം, ഹാവ് ഉപയോഗിച്ച് ചോദിക്കാം. ഹാവ് യു ഗോട്ട് എ ടോർച്ച്? നിന്റെ കയ്യിൽ ഒരു ടോർച്ച് ഉണ്ടോ? ഇല്ല എന്നാണ് നമുക്ക് പറയേണ്ടതെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് നോ ഐ ഹാവിൻറ്റ് എന്ന് പറഞ്ഞാൽ മതി. ഐ ഹാവിൻ ഗോട്ട് എന്ന് പറയാറില്ല. നമ്മൾ ഷോർട്ട് ആൻസേഴ്സിൽ ഇങ്ങനെ ഗോട്ട് ഉപയോഗിക്കില്ല. നോ ഐ ഹാവിൻറ്റ്, അത് ധാരാളം മതി. ഇനി നോ ഐ ഡോണ്ട് എന്ന് പറഞ്ഞാലും അത് തെറ്റല്ല. നമുക്ക് ഇത് തന്നെ ഡു ഉപയോഗിച്ചും ചോദിക്കാം. ഡു യു ഹാവ് എ ടോർച്ച്? നിന്റെ കയ്യിൽ ടോർച്ച് ഉണ്ടോ? അങ്ങനെ വരുമ്പോൾ അതിന്റെ ഷോർട്ട് ആൻസറിൽ നമ്മൾ പൊതുവെ ഐ ഡോണ്ട് എന്നാണ് പറയുന്നത്. ഐ ഹാവിൻറ്റ് എന്ന് പറഞ്ഞാലും അത് തെറ്റല്ല. ഇങ്ങനെ മിക്സഡ് ആയി ഉപയോഗിക്കുന്നത് പ്രത്യേകിച്ചും അമേരിക്കൻ ഇംഗ്ലീഷിലൊക്കെ വളരെ കോമൺ ആണ്. എനിക്ക് ഇന്നലെ രാത്രി പനി ഉണ്ടായിരുന്നു. ഇന്നലെ രാത്രി ഉണ്ടായിരുന്നു എന്ന അർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന വെർബാണ് ഹാഡ്. ഐ ഹാഡ് എ ഫീവർ ലാസ്റ്റ് നൈറ്റ്. എനിക്ക് ഇന്നലെ രാത്രി പനി ഉണ്ടായിരുന്നു. ഇവിടെ ഗോട്ട് ഉപയോഗിക്കരുത്. ഗോട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഹാസിനും ഹാവിനും ശേഷം മാത്രമാണ്. ഹാഡിന് ശേഷം ഗോട്ട് ഉപയോഗിക്കില്ല. ഐ ഹാഡ് എ ഫീവർ ലാസ്റ്റ് നൈറ്റ്. ഐ ഹാഡ് ഗോട്ട് എന്നല്ല പറയുന്നത്, ഐ ഹാഡ് എ ഫീവർ ലാസ്റ്റ് നൈറ്റ് എന്നാണ്. നിനക്ക് ഇന്നലെ രാത്രി പനി ഉണ്ടായിരുന്നോ? ഇത് ക്വസ്റ്റ്യൻ ആണ്. ഐ ഹാഡ് എ ഫീവർ ലാസ്റ്റ് നൈറ്റ് എന്നത് സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹാഡിന് ശേഷം ഏതെങ്കിലും ഒരു വെർബിന്റെ V3 വരുമ്പോൾ മാത്രമാണ് അത് പാസ്റ്റ് പെർഫെക്റ്റ് ആയി മാറുന്നതെന്ന്. ഇപ്പൊ ഈ സെന്റൻസിൽ ഐ ഹാഡ് എ ഫീവർ ലാസ്റ്റ് നൈറ്റ് എന്നതിൽ ഹാഡ് മെയിൻ വെർബാണ്. മറ്റു വെർബ്സ് ഒന്നും നമുക്ക് അവിടെ കാണാൻ കഴിയുന്നില്ല.
ഇങ്ങനെ വരുമ്പോൾ ഈ ഹാഡിനെ എടുത്ത് സബ്ജക്റ്റിന് മുന്നിൽ വെച്ച് നമുക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ സാധിക്കില്ല. അതുപോലെ തന്നെ ഹാഡിന് ശേഷം നോട്ട് ഉപയോഗിച്ചും നമുക്ക് നെഗറ്റീവ് ഉണ്ടാക്കാൻ സാധിക്കില്ല. ഐ ഹാഡ് എ ഫീവർ ലാസ്റ്റ് നൈറ്റ് എന്നത് സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ്. സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ നമ്മൾ ക്വസ്റ്റ്യനോ നെഗറ്റീവോ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നത് ഡിഡ് ആണ്, ഹാഡ് അല്ല. നിനക്ക് ഇന്നലെ രാത്രി പനി ഉണ്ടായിരുന്നു എന്ന് എങ്ങനെയാ ചോദിക്കുന്നത്? ഹാഡ് യു എ ഫീവർ ലാസ്റ്റ് നൈറ്റ് എന്നല്ല ചോദിക്കേണ്ടത്, ഡിഡ് യു ഹാവ് എ ഫീവർ ലാസ്റ്റ് നൈറ്റ് എന്നാണ് ചോദിക്കേണ്ടത്. ഡിഡ് യു ഹാവ് എ ഫീവർ ലാസ്റ്റ് നൈറ്റ്, ഇന്നലെ രാത്രി നിനക്ക് പനി ഉണ്ടായിരുന്നോ? ഇവിടെ ഡിഡ് ഉപയോഗിക്കാൻ കാരണം അറിയാലോ, സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ നമ്മൾ ക്വസ്റ്റ്യനോ നെഗറ്റീവോ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഓക്സിലറിയാണ് ഡിഡ്. ഐ ഹാഡ് എ ഫീവർ എന്നത് സിമ്പിൾ പാസ്റ്റ് ടെൻസിലുള്ള ഒരു സെന്റൻസ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ ഡിഡ് ഉപയോഗിച്ചു. ഹാഡിനെ എടുത്ത് സബ്ജക്റ്റിന് മുന്നിൽ വെച്ചാൽ പോരാ. നീ ആ കഥ കേട്ടിട്ടുണ്ടോ? നമ്മൾ ഇതുവരെ നോക്കിയത് ഹാസും ഹാവും ഹാഡും മെയിൻ വെർബായി ഉപയോഗിക്കുമ്പോൾ എങ്ങനെ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാം, എങ്ങനെ നെഗറ്റീവ്സ് ഉണ്ടാക്കാം, അതുപോലെ തന്നെ ഹാസ് ഗോട്ടിന്റെയും ഹാവ് ഗോട്ടിന്റെയും യൂസസ് ആണ്. ഹാസും ഹാവും ഹാഡും നമ്മൾ പെർഫെക്റ്റ് ടെൻസസ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയും ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇതിന് ശേഷം ഒരു V3 വരും. നീ ആ കഥ കേട്ടിട്ടുണ്ടോ? ഒരു കാര്യം ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ ചെയ്തിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്, ഇതെല്ലാം പറയാൻ നമ്മൾ ഉപയോഗിക്കുന്ന ടെൻസ് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിന്റെ ഫോം എന്ന് പറയുന്നത് ഹാസ് പ്ലസ് V3 അല്ലെങ്കിൽ ഹാവ് പ്ലസ് V3 ആണ്. ഹാസ് നമ്മൾ ഉപയോഗിക്കുക സിംഗുലർ സബ്ജക്ട്സിന്റെ കൂടെയാണ്, ഹാവ് നമ്മൾ ഉപയോഗിക്കുക പ്ലൂറൽ സബ്ജക്ട്സിന്റെ കൂടെയാണ്. ഇവിടുത്തെ സബ്ജക്റ്റ് നീ ആണ്, യു ആണ്. അതുകൊണ്ട് തന്നെ യുവിന്റെ കൂടെ നമ്മൾ ഉപയോഗിക്കുന്നത് ഹാവ് ആണ്. നീ ആ കഥ കേട്ടിട്ടുണ്ടോ? ഹാവ് യു ഹേർഡ് ദാറ്റ് സ്റ്റോറി, നീ ആ കഥ കേട്ടിട്ടുണ്ടോ? ഞാൻ ആ കഥ കേട്ടിട്ടുണ്ട് എന്നാണ് പറയേണ്ടതെങ്കിലോ ഐ ഹാവ് ഹേർഡ് ദാറ്റ് സ്റ്റോറി, ഞാൻ ആ കഥ കേട്ടിട്ടുണ്ട്. അതിന്റെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ നമ്മൾ ആ ഹാവിനെ എടുത്ത് സബ്ജക്റ്റായി യുവിന് മുന്നിൽ വെച്ചു, വേറെ ഒന്നും ചെയ്തില്ല. ഈ സെന്റൻസ് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിലാണ്. ഇവിടെ ഹാവിന് ശേഷം നമുക്ക് ഹിയർ എന്ന വെർബിന്റെ V3 ആയ ഹേർഡ് കാണാൻ സാധിക്കും. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിൽ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ ആ ഹാവിനെ എടുത്ത് സബ്ജക്റ്റിന് മുന്നിൽ വെച്ചാൽ മാത്രം മതി. ആ സ്കൂളിൽ നല്ല ഒരു ലൈബ്രറി ഇല്ല. ആ സ്കൂൾ എന്ന അർത്ഥത്തിൽ നമുക്ക് ദാറ്റ് സ്കൂൾ എന്നോ ദ സ്കൂൾ എന്നോ പറയാം. ദ സ്കൂൾ എന്ന് പറയുമ്പോൾ പറയുന്നയാൾക്കും കേൾക്കുന്നയാൾക്കും സ്കൂൾ ഏതാണ് എന്ന് അറിയാം. ആ അർത്ഥത്തിലാണ് നമ്മളോട് ദ സ്കൂൾ എന്ന് പറയുന്നത്. നല്ല ഒരു ലൈബ്രറി ഇല്ല. ഉണ്ട് എന്ന് പറയാൻ നമ്മൾ ഹാവ് അല്ലെങ്കിൽ ഹാവ് ഗോട്ട് ഉപയോഗിക്കും. സിംഗുലർ സബ്ജക്റ്റ് ആകുമ്പോൾ ഹാസ് അല്ലെങ്കിൽ ഹാസ് ഗോട്ട് ഉപയോഗിക്കും. ഇവിടുത്തെ സബ്ജക്റ്റ് സിംഗുലർ തന്നെയാണ്, സ്കൂളാണ് സബ്ജക്റ്റ്. ഇല്ല എന്ന് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? നമുക്ക് ഹാസ് ഇൻ ഗോട്ട് ഉപയോഗിക്കാം. പ്ലൂറൽ സബ്ജക്റ്റ് ആണെങ്കിൽ ഹാവ് ഇൻ ഗോട്ട്. അതുപോലെ തന്നെ ഡസിൻ ഹാവ്, അതും ഉപയോഗിക്കാവുന്നതാണ്. പ്ലൂറൽ സബ്ജക്റ്റ് ആണെങ്കിൽ ഡോണ്ട് ഹാവ്. ദ സ്കൂൾ ഡസിൻ ഹാവ് എ ഗുഡ് ലൈബ്രറി, അല്ലെങ്കിൽ ദ സ്കൂൾ ഹാസ് ഇൻ ഗോട്ട് എ ഗുഡ് ലൈബ്രറി, സ്കൂളിൽ നല്ല ഒരു ലൈബ്രറി ഇല്ല. ഡസിൻ ഹാവ് എന്നത് ഹാസ് എന്നതിന്റെ നെഗറ്റീവ് ഫോം ആണ്. ഡസിന് ശേഷം പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് ഹാസ് അല്ല ഹാവ് ആണ്. ഹാസ് ഇൻ ഗോട്ട് എന്നത് ഹാസ് ഗോട്ട് എന്നതിന്റെ നെഗറ്റീവ് ഫോം ആണ്. ഹാവ് ഉപയോഗിക്കുന്ന മറ്റു ധാരാളം കോൺവെർസേഷണൽ സ്ട്രക്ചേഴ്സും ഉണ്ട്. നമുക്ക് അതൊന്ന് നോക്കാം. നമുക്ക് ലഞ്ച് കഴിക്കാം, ഇതെങ്ങനെ പറയാം? ഒരു കാര്യം ചെയ്യാം എന്നൊരു സജഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നിർദ്ദേശം അങ്ങോട്ട് വെക്കുന്നതിന് വേണ്ടി നമുക്ക് ലെറ്റ്സ് എന്ന് പറയാം. ലെറ്റ് അസ്, നമുക്ക് കഴിക്കാം എന്ന അർത്ഥത്തിൽ നമുക്കിവിടെ ഇങ്ങനെ പറയാം, ലെറ്റ്സ് ഹാവ് ലഞ്ച്, നമുക്ക് ലഞ്ച് കഴിക്കാം. ഡിന്നർ ആണെങ്കിൽ ലെറ്റ്സ് ഹാവ് ഡിന്നർ. ബ്രേക്ക്ഫാസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ലെറ്റ്സ് ഹാവ് ബ്രേക്ക്ഫാസ്റ്റ്. നമുക്ക് എന്തെങ്കിലും ഡ്രിങ്ക്സ് എന്തെങ്കിലും കഴിക്കാം എന്നാണ് പറയേണ്ടതെങ്കിലോ ലെറ്റ്സ് ഹാവ് എ ഡ്രിങ്ക്. ചായ കുടിക്കാം എന്ന അർത്ഥത്തിൽ ലെറ്റ്സ് ഹാവ് ടീ എന്ന് പറയാം. ഡ്രിങ്ക് ആകുമ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ ലെറ്റ്സ് ഹാവ് ഡ്രിങ്ക്സ് എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ കോമൺ ആയി ഉപയോഗിക്കുന്നത് ലെറ്റ്സ് ഹാവ് എ ഡ്രിങ്ക് എന്ന എക്സ്പ്രഷനാണ്. ഇവിടെ ഹാവിന് ശേഷം നമ്മളൊരു നൗൺ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. ലെറ്റ്സ് ഹാവ് ലഞ്ച് അല്ലെങ്കിൽ ലെറ്റ്സ് ഹാവ് എ ഡ്രിങ്ക്. ഞാൻ ഒന്ന് ആലോചിക്കട്ടെ. ലെറ്റ് മീ തിങ്ക് എന്ന് നമുക്ക് പറയാം. ഹാവ് ഉപയോഗിച്ച് നമുക്കിത് പറയാവുന്നതാണ്. ലെറ്റ് മീ ഹാവ് എ തിങ്ക്, ഞാൻ ഒന്ന് ആലോചിക്കട്ടെ. ലെറ്റ് മീ തിങ്ക് എന്ന് പറഞ്ഞാലും ലെറ്റ് മീ ഹാവ് എ തിങ്ക് എന്ന് പറഞ്ഞാലും ഒരേ മീനിങ് തന്നെയാണ്. ഹാവ് ഉപയോഗിക്കുന്ന ഒരു സ്ട്രക്ചറാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഹാവിന് ശേഷം നമുക്കിങ്ങനെ ഒരുപാട് നൗൺസ് ഉപയോഗിക്കാൻ സാധിക്കും. അത് കോമൺ ആയി ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന, പ്രത്യേകിച്ചും ഇൻഫോർമൽ ഇംഗ്ലീഷിൽ വളരെ കോമൺ ആയി യൂസ് ചെയ്യുന്ന സ്ട്രക്ചേഴ്സ് ആണിത്. ലെറ്റ് മീ തിങ്ക് എന്ന് പറയാം, അല്ലെങ്കിൽ ലെറ്റ് മീ ഹാവ് എ തിങ്ക് എന്ന് പറയാം. അതുപോലെ തന്നെ ആരെങ്കിലും യാത്ര പോവുകയാണ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു പാർട്ടിക്കോ മറ്റോ പോവുകയാണെങ്കിൽ അവർക്ക് നല്ലതുപോലെ എൻജോയ് ചെയ്യാൻ പറ്റട്ടെ എന്നവരെ വിഷ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ഹാവ് എ ഗുഡ് ടൈം എന്ന് പറയാം. അതിനർത്ഥം നല്ലതുപോലെ എൻജോയ് ചെയ്തിട്ട് വരൂ എന്ന് തന്നെയാണ്. എൻജോയ് യുവർ സെൽഫ്, അത് തന്നെയാണ് അതിനർത്ഥം. ഹാവ് എ ഗുഡ് ടൈം. ഇനി അവർ യാത്ര കഴിഞ്ഞ് വന്നതിന് ശേഷം അവർക്ക് നല്ല ട്രിപ്പ്, നല്ല രസമായിരുന്നോ, എൻജോയ് ചെയ്യാൻ അവർക്ക് കഴിഞ്ഞോ എന്ന് ചോദിക്കാൻ നമുക്ക് ഡിഡ് യു ഹാവ് എ ഗുഡ് ടൈം എന്ന് ചോദിക്കാം. ഹാഡ് യു എ ഗുഡ് ടൈം എന്നല്ല പറയുന്നത്, ഡിഡ് യു ഹാവ് എ ഗുഡ് ടൈം എന്നാണ് പറയുന്നത്. സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ നമ്മൾ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ ഡിഡ് ആണ് ഉപയോഗിക്കുന്നത്, ഹാഡ് അല്ല. അല്പനേരം ഒന്ന് വിശ്രമിക്കുക. ഫ്രണ്ട്സോ അല്ലെങ്കിൽ വീട്ടിലുള്ള ആരെങ്കിലും അല്പം ടയേർഡ് ആണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ അവരോട് നമ്മൾ അല്പനേരം ഒന്ന് വിശ്രമിക്കാൻ പറയില്ലേ? അതിന് നമുക്ക് ഇതിങ്ങനെ പറയാം, ഹാവ് എ റെസ്റ്റ്.
അല്പനേരം ഒന്ന് വിശ്രമിക്കുക, ഹാവ് എ റെസ്റ്റ്. അസുഖമുള്ള കുട്ടികളുടെ അടുത്ത് കുറച്ചു നേരം ഒന്ന് കിടക്കുക എന്ന് പറയണമെങ്കിലോ അതിന് നമുക്ക് ഇങ്ങനെ പറയാം, ഹാവ് എ ലൈ ഡൗൺ. അല്പനേരം ഒന്ന് കിടക്കുക, ഹാവ് എ ലൈ ഡൗൺ. ഈ റിപ്പോർട്ട് ഒന്ന് നോക്ക്, ഈ റിപ്പോർട്ട് ഒന്ന് വായിച്ചു നോക്ക്. ഹാവ് എ ലുക്ക് അറ്റ് ദിസ് റിപ്പോർട്ട്. ഈ റിപ്പോർട്ട് ഒന്ന് വായിച്ചു നോക്ക്. ഹാവ് എ ലുക്ക് അറ്റ് ദിസ് റിപ്പോർട്ട്. നീ രാവിലെ കുളിച്ചോ? ഇതെങ്ങനെ ചോദിക്കും? കുളിച്ചോ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഡിഡ് ഉപയോഗിച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഡിഡ് യു ഹാവ് എ ഷവർ ഇൻ ദ മോർണിംഗ്? ഡിഡ് യു ഹാവ് എ ബാത്ത് ഇൻ ദ മോർണിംഗ്? ഡിഡ് യു ഹാവ് എ ഷവർ ഇൻ ദ മോർണിംഗ്? ഡിഡ് യു ഹാവ് എ വാഷ് ഇൻ ദ മോർണിംഗ്? ഇതെല്ലാം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഷവർ, ബാത്ത്, വാഷ് ഇതെല്ലാം കുളിക്കുക എന്ന അർത്ഥത്തിൽ നമ്മൾ ഇംഗ്ലീഷിൽ യൂസ് ചെയ്യാറുണ്ട്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇത് ബ്രിട്ടീഷ് ഇംഗ്ലീഷിലാണ് നമ്മൾ ഇങ്ങനെ കുളിക്കുക എന്നതിന് ഹാവ് എ ഷവർ എന്ന് പറയുന്നത്. അമേരിക്കൻ ഇംഗ്ലീഷിൽ ഇതിന് പറയാം ടേക്ക് എ ഷവർ എന്നാണ്. ഡിഡ് യു ഹാവ് എ ഷവർ ഇൻ ദ മോർണിംഗ്? നീ രാവിലെ കുളിച്ചോ? ഹാഡ് യു എ ഷവർ എന്നല്ല നമ്മൾ ചോദിക്കുന്നത്, ഡിഡ് യു ഹാവ് എ ഷവർ എന്നാണ് ചോദിക്കുന്നത്. ഞാൻ രാവിലെ കുളിച്ചു എന്നാണ് പറയേണ്ടതെങ്കിലോ അതിങ്ങനെയാണ് പറയുക, ഐ ഹാഡ് എ ഷവർ ഇൻ ദ മോർണിംഗ്. ഞാൻ രാവിലെ കുളിച്ചു. ഞാനിപ്പോൾ കുളിക്കാൻ പോവുകയാണ് എന്നാണ് പറയേണ്ടതെങ്കിലോ അതിങ്ങനെയാണ് പറയുന്നത്, ഐ എം ഗോയിങ് ടു ഹാവ് എ ബാത്ത് അല്ലെങ്കിൽ ഷവർ. ഐ എം ഗോയിങ് ടു ഹാവ് എ ഷവർ. ഞാൻ ഇപ്പോൾ കുളിക്കാൻ പോവുകയാണ്. ഐ എം ഗോയിങ് ടു ടേക്ക് എ ബാത്ത് അല്ലെങ്കിൽ ടേക്ക് എ ഷവർ എന്നാണ് അമേരിക്കൻ ഇംഗ്ലീഷിൽ പൊതുവെ യൂസ് ചെയ്യാറ്. ഞാൻ എൻ്റെ മാനേജറോട് സംസാരിച്ചിരുന്നു. ഐ ഹാഡ് എ വേർഡ് വിത്ത് മൈ മാനേജർ. ഐ ഹാഡ് എ വേർഡ് വിത്ത് മൈ മാനേജർ. ഞാൻ എൻ്റെ മാനേജറോട് എന്തെങ്കിലും ഒരു കാര്യത്തിനെ കുറിച്ച് സംസാരിച്ചിരുന്നു. ഐ ഹാഡ് എ വേർഡ് വിത്ത് മൈ മാനേജർ. ഒരു വഴക്കുണ്ടായി എന്നാണ് പറയേണ്ടതെങ്കിലോ ഐ ഹാഡ് എ ROW. ഐ ഹാഡ് എൻ ആർഗ്യുമെന്റ്. എന്തെങ്കിലും ഒരു തർക്കം ഉണ്ടായി. അതുപോലെ തന്നെ ഐ ഹാഡ് എ ക്വാറൽ. ഇതെല്ലാം നമുക്ക് പറയാവുന്നതാണ്. രാവിലെ എൻ്റെ സിസ്റ്റർ എന്നെ ഫോൺ ചെയ്തിരുന്നു. മൈ സിസ്റ്റർ കോൾഡ് മീ ഇൻ ദ മോർണിംഗ് എന്ന് പറയാം. ഇത് തന്നെ നമുക്ക് ഹാഡ് ഉപയോഗിച്ചും പറയാം. ഐ ഹാഡ് എ കോൾ അല്ലെങ്കിൽ ഐ ഹാഡ് എ ഫോൺ കോൾ ഫ്രം മൈ സിസ്റ്റർ ഇൻ ദ മോർണിംഗ്. ഐ ഹാഡ് എ ഫോൺ കോൾ ഫ്രം മൈ സിസ്റ്റർ ഇൻ ദ മോർണിംഗ്. ഇവിടെ ഹാഡിനർത്ഥം റിസീവ്ഡ് എന്നാണ്. ഐ റിസീവ്ഡ് എ ഫോൺ കോൾ അല്ലെങ്കിൽ ഗോട്ട്. ഈ മീനിങ്ങിലെല്ലാമാണ് നമ്മളിവിടെ ഹാഡ് ഉപയോഗിക്കുന്നത്. ഹാഡ് നമുക്ക് ഉണ്ട് അല്ലെങ്കിൽ ഉണ്ടായിരുന്നു എന്ന അർത്ഥത്തിൽ മാത്രമല്ല, നമുക്ക് റിസീവ്, ഗെറ്റ് ഈ മീനിങ്ങിലെല്ലാം നമുക്ക് ഹാഡ് ഉപയോഗിക്കാൻ സാധിക്കും. ഐ ഹാഡ് എ ഫോൺ കോൾ ഫ്രം മൈ സിസ്റ്റർ ഇൻ ദ മോർണിംഗ്. ഹാഡിന് പകരം നമുക്കിവിടെ ഗോട്ട് ഉപയോഗിക്കാം. ഐ ഗോട്ട് എ ഫോൺ കോൾ എന്ന് പറയാം. ഐ റിസീവ്ഡ് എ ഫോൺ കോൾ എന്ന് പറയാം. ഇതെല്ലാം ഉപയോഗിക്കാവുന്നതാണ്. ഇത് സംസാരിക്കുമ്പോഴാണ് പൊതുവെ നമ്മളിങ്ങനെ ഗെറ്റ്, ഹാവ് ഇതെല്ലാം മറ്റു വേർബ്സിന് പകരമായിട്ട് യൂസ് ചെയ്യുന്നത്. അവിടെ നിന്നെ വിളിച്ചിരുന്നോ എന്നാണ് ചോദിക്കേണ്ടതെങ്കിലോ അങ്ങനെയാണെങ്കിൽ ഹാഡ് ഷീ കോൾഡ് എന്നല്ല നമ്മൾ പറയുക, ഡിഡ് ഷീ കോൾ യു. അതാണ് നമ്മൾ പറയേണ്ടത്. അവൾ നിന്നെ വിളിച്ചിരുന്നോ? ഡിഡ് ഷീ കോൾ യു. ഹാഡ് ഷീ കോൾഡ് അല്ല. സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ നമ്മൾ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ ഡിഡ് ആണ് ഉപയോഗിക്കുന്നത്, ഹാഡ് അല്ല. ഞാൻ സാധാരണ 1:30 ലഞ്ച് കഴിക്കാറ്. സാധാരണ, യൂഷ്വലി. ലഞ്ച് കഴിക്കുക, ഹാവ് ലഞ്ച്. ഈറ്റ് ലഞ്ച് എന്ന് പൊതുവെ പറയില്ല, ഹാവ് ലഞ്ച് എന്നാണ് പറയാം. ഐ യൂഷ്വലി ഹാവ് ലഞ്ച് അറ്റ് 1:30. ഇവിടെ ഹാവ് ഗോട്ട് ഉപയോഗിക്കരുത്. ഐ യൂഷ്വലി ഹാവ് ലഞ്ച് അറ്റ് 1:30. ഭക്ഷണം കഴിക്കുന്നതിനെ കുറിച്ചെല്ലാം പറയുന്നതിന് വേണ്ടി ഇതൊരു ആക്ഷനാണ്, ഒരു സ്റ്റേറ്റ് അല്ല. ഭക്ഷണം കഴിക്കുകയാണ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഹാവ് ലഞ്ച് എന്നാണ് പറയുക, ഹാവ് ഗോട്ട് ലഞ്ച് എന്ന് പറയില്ല. പക്ഷെ നമ്മുടെ കയ്യിൽ സ്നാക്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഐ ഹാവ് ഗോട്ട് സം സ്നാക്സ് എന്ന് പറയാം. ഉണ്ട് എന്ന അർത്ഥത്തിലാണ് നമ്മളവിടെ ഹാവും ഹാവ് ഗോട്ടും ഉപയോഗിക്കുന്നത്. ഇവിടെ ഹാവ് ലഞ്ച് എന്ന് പറയുമ്പോൾ ഭക്ഷണം കഴിക്കുക, ഈറ്റ് എന്ന മീനിങ് ആണ് ഇവിടെ വരുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഹാവ് ഗോട്ട് ഉപയോഗിക്കരുത്. ഐ യൂഷ്വലി ഹാവ് ലഞ്ച് അറ്റ് 1:30. ഐ യൂഷ്വലി ഹാവ് ഗോട്ട് ലഞ്ച് എന്നല്ല പറയുന്നത്, ഐ യൂഷ്വലി ഹാവ് ലഞ്ച് അറ്റ് 1:30. എനിക്ക് ഒരു പ്രശ്നമുണ്ട്, ഉണ്ട്. ഐ ഹാവ് എ പ്രോബ്ലം അല്ലെങ്കിൽ എന്ത് പറയാം? ഐ ഹാവ് ഗോട്ട് എ പ്രോബ്ലം. രണ്ടും നമുക്ക് പറയാം. ഉണ്ട് എന്ന അർത്ഥത്തിൽ നമുക്ക് ഹാവും ഉപയോഗിക്കാം, ഹാവ് ഗോട്ടും ഉപയോഗിക്കാം. ഇവിടെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, ഉണ്ട് എന്ന അർത്ഥത്തിൽ നമ്മൾ ഹാവ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ അതിന്റെ ING ഫോം ഉപയോഗിക്കില്ല. ഐ ആം ഹാവിങ് എ പ്രോബ്ലം എന്ന് പറയരുത്. ഐ ഹാവ് എ പ്രോബ്ലം അല്ലെങ്കിൽ ഐ ഹാവ് ഗോട്ട് എ പ്രോബ്ലം. ഇന്നലെ ഒരു യാചകൻ ഞങ്ങളുടെ വീട്ടിൽ വന്നിരുന്നു. ഇത് വേറൊരു സ്ട്രക്ചറാണ്. നമുക്കിങ്ങനെ ഹാവിന് ശേഷം ഒബ്ജക്റ്റ് പ്ലസ് ഒരു ING ഫോം അല്ലെങ്കിൽ ടു ഇല്ലാത്ത ഇൻഫിനിറ്റീവ് ഉപയോഗിക്കാം. ഈ സെന്റൻസ് കാണുമ്പോൾ നമുക്കത് മനസ്സിലാവും. ഇന്നലെ ഒരു യാചകൻ ഞങ്ങളുടെ വീട്ടിൽ വന്നിരുന്നു. വി ഹാഡ് എ ബെഗർ കം ടു ദ ഡോർ യെസ്റ്റർഡേ. നമുക്കിത് ഇങ്ങനെ പറയാം, എ ബെഗർ കെയിം ടു അവർ ഡോർ യെസ്റ്റർഡേ എന്ന് പറയുന്നതിന് പകരമായി നമുക്ക് വി ഹാഡ് എ ബെഗർ കം ടു അവർ ഡോർ യെസ്റ്റർഡേ എന്നും പറയാം. ഒരേ മീനിങ് തന്നെയാണ്. ഇത് ഹാഡ് ഉപയോഗിക്കുന്ന ഒരു കോൺവെർസേഷണൽ സ്ട്രക്ചറാണ് എന്ന് മാത്രം. പ്രസന്റിലുള്ള കാര്യങ്ങളെ കുറിച്ച് പറയാൻ നമുക്ക് ഹാവ് അല്ലെങ്കിൽ ഹാസ് ഉപയോഗിക്കാം. ഇവിടെ ആ രണ്ടാമത്തെ സെന്റൻസിന്റെ സ്ട്രക്ചർ നോക്കൂ. ആദ്യം സബ്ജക്റ്റ്, പിന്നെ ഹാഡ്. പ്രസന്റ് ടെൻസിലാണെങ്കിൽ ഹാവ്, അതിനുശേഷം ഒബ്ജക്റ്റ്, അതിനുശേഷം നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് ടു ഇല്ലാത്ത ഇൻഫിനിറ്റീവ് ആണ് ഉപയോഗിക്കുന്നതെന്ന് ശ്രദ്ധിക്കുക. ചിലപ്പോൾ നമ്മൾ ING ഫോം യൂസ് ചെയ്യും. അത് കണ്ടിന്യൂസ് ആയ ഒരു കാര്യത്തിനെ കുറിച്ച് പറയാനാണ് നമ്മളിവിടെ ING ഫോം ഉപയോഗിക്കുക. നമുക്ക് വേറെ എക്സാമ്പിൾസ് നോക്കുമ്പോൾ അത് മനസ്സിലാവും. സ്ട്രക്ചർ ഓർക്കുക, സബ്ജക്റ്റ് പ്ലസ് ഹാസ് അല്ലെങ്കിൽ ഹാഡ് പ്ലസ് ഒബ്ജക്റ്റ് പ്ലസ്
ടു ഇല്ലാത്ത ഇൻഫിനിറ്റീവ് അല്ലെങ്കിൽ ING ഫോം അങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. വി ഹാഡ് എ ബെഗർ കം ടു അവർ ഡോർ യെസ്റ്റർഡേ. എ ബെഗർ കെയിം ടു യുവർ ഡോർ എന്ന് പറയുന്നതിന് പകരമായി നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു സ്ട്രക്ചറാണിത്. വി ഹാഡ് എ ബെഗർ കം ടു അവർ ഡോർ യെസ്റ്റർഡേ. ഇന്നലെ ഞങ്ങളുടെ വീട്ടിലേക്ക് ഒരു യാചകൻ, വീട്ടിലേക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ ഗേറ്റിനടുത്ത് അല്ലെങ്കിൽ വാതിലിനടുത്ത് ഒരു യാചകൻ വന്നിട്ടുണ്ടായിരുന്നു എന്ന അർത്ഥത്തിലാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ എനിക്ക് വിചിത്രമായ ഒരു അനുഭവം ഉണ്ടായി. ഇതെങ്ങനെ പറയാം? ഐ ഹാഡ് എ സ്ട്രേഞ്ച് എക്സ്പീരിയൻസ് വെൻ ഐ വാസ് എ ചൈൽഡ് എന്ന് പറയാം. അതിനർത്ഥം എനിക്ക് വിചിത്രമായ ഒരു അനുഭവം ഉണ്ടായി എന്ന് തന്നെയാണ്. നമുക്കിത് മറ്റൊരു രീതിയിലും പറയാം. I had a strange thing happen to me when I was a child. I had a strange experience എന്ന് പറയുന്നതിന് പകരമായി നമ്മളോട് ഉപയോഗിച്ചത് I had a strange thing happen to me എന്നാണ്. ആദ്യം സബ്ജക്റ്റ്, പിന്നെ ഹാഡ്, അതിനുശേഷം ഒബ്ജക്റ്റ്. എന്താണ് ഉണ്ടായത്? എ സ്ട്രേഞ്ച് തിങ്. അതിനുശേഷം നമ്മൾ ഹാപ്പൻ എന്ന വെർബിൻ്റെ ഇൻഫിനിറ്റീവ് ഫോം, ടു ഇല്ലാത്ത ഫോം അവിടെ ഉപയോഗിച്ചു. I had a strange thing happen to me when I was a child. I had a strange experience when I was a child എന്ന് പറഞ്ഞാലും ഇതേ മീനിങ് തന്നെയാണ്. നമുക്കിത് ഒരേ കാര്യങ്ങൾ പറയാനുള്ള ഡിഫറെൻറ്റ് മെത്തേഡ്സ് എന്ന രീതിയിലാണ് ഞാനിതിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. I had a strange thing happen to me. എൻ്റെ ചില പഴയ ഫ്രണ്ട്സ് ഇന്നലെ എന്നെ സന്ദർശിച്ചു. My old friends visited me yesterday എന്ന് പറയാം, അല്ലെങ്കിൽ some of my old friends visited me yesterday എന്ന് പറയാം. അതും അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? I had some old friends visit me yesterday. I had some old friends visit me yesterday. ആദ്യം സബ്ജക്റ്റ്, പിന്നെ ഹാഡ്, പിന്നെ ഒബ്ജക്റ്റ്. ആരാണ് വന്നത്? സം ഓൾഡ് ഫ്രണ്ട്സ്. അതിനുശേഷം വിസിറ്റ് എന്ന ഇൻഫിനിറ്റീവ്, ടു ഇല്ലാത്ത ഇൻഫിനിറ്റീവ് ആണ് നമ്മളോട് ഉപയോഗിച്ചത്. ഐ ഹാഡ് സം ഫ്രണ്ട്സ് വിസിറ്റ് മീ യെസ്റ്റർഡേ. സം ഓൾഡ് ഫ്രണ്ട്സ് വിസിറ്റഡ് മീ യെസ്റ്റർഡേ എന്ന് പറഞ്ഞാലും ഇതേ മീനിങ് തന്നെയാണ്. ആ സിനിമ ഞങ്ങളെ കരയിച്ചു. കരയുക എന്നതൊരു കണ്ടിന്യൂസ് ആക്ടിവിറ്റിയാണ് അല്ലേ? ഇത് നമുക്ക് എങ്ങനെ പറയാം? ദ മൂവി ഹാഡ് അസ് ക്രൈം. ആ സിനിമ ഞങ്ങളെ കരയിച്ചു. ദ മൂവി ഹാഡ് അസ് ക്രൈം. ആദ്യം സബ്ജക്റ്റ്, പിന്നെ ഹാഡ്, അതിനുശേഷം ഒബ്ജക്റ്റ്, പിന്നെ നമ്മളിവിടെ ഉപയോഗിച്ചത് ഒരു ING ഫോമാണ്. ദ മൂവി ഹാഡ് അസ് ക്രൈ എന്ന് പറയുന്നതിനേക്കാളും നാച്ചുറലാണ് ദ മൂവി ഹാഡ് അസ് ക്രൈങ് എന്ന് പറയുന്നത്. കാരണം കരയുക എന്നത് ഒരു കണ്ടിന്യൂസ് ആയ ഒരു ആക്ടിവിറ്റിയാണ്. ദ മൂവി ഹാഡ് അസ് ക്രൈ. ഇത് തന്നെ നമുക്ക് മേക്ക് ഉപയോഗിച്ചും പറയാം. ദ മൂവി മെയ്ഡ് അസ് ക്രൈ. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് ടു ഇല്ലാത്ത ഇൻഫിനിറ്റീവ് ആണ്. മേക്കിന് ശേഷം നമ്മൾ ഒബ്ജക്റ്റ് ഉപയോഗിക്കും, പിന്നെ ടു ഇല്ലാത്തൊരു ഇൻഫിനിറ്റീവ് ആണ് ഉപയോഗിക്കുക. ദ മൂവി മെയ്ഡ് അസ് ക്രൈ. സിനിമ ഞങ്ങളെ കരയിച്ചു. ദ മൂവി ഹാഡ് അസ് ക്രൈ. സിനിമ ഞങ്ങളെ കരയിച്ചു. രണ്ടിൻ്റെയും മീനിങ് ഒന്ന് തന്നെയാണ്. ഹാഡിന് ശേഷം നമ്മളിവിടെ ഒബ്ജക്റ്റ് ഉപയോഗിച്ചു, പിന്നെ ING ഫോം ഉപയോഗിച്ചു. മെയ്ക്കിന് ശേഷം, മെയ്ഡിന് ശേഷം നമ്മൾ ഒബ്ജക്റ്റ് ഉപയോഗിച്ചു, പിന്നെ ടു ഇല്ലാത്ത ഇൻഫിനിറ്റീവ് ഉപയോഗിച്ചു. യാത്രയിലുടനീളം അയാൾ ഞങ്ങളെ ചിരിപ്പിച്ചുകൊണ്ടിരുന്നു. അയാൾ ഞങ്ങളെ ചിരിപ്പിച്ചു. ഹി മെയ്ഡ് അസ് ലോഫ് എന്ന് നമുക്ക് പറയാം. അയാൾ ഞങ്ങളെ ചിരിപ്പിച്ചു. ഹി മെയ്ഡ് അസ് ലോഫ്. മേക്കിന് ശേഷം ഒബ്ജക്റ്റ് വന്നു, പിന്നെ ലോഫ് എന്ന ടു ഇല്ലാത്ത ഇൻഫിനിറ്റീവ് ഉപയോഗിച്ചു. ഇത് തന്നെ നമുക്ക് ഹാഡ് ഉപയോഗിച്ചും പറയാം. കഴിഞ്ഞ കാര്യമാണ്, അതുകൊണ്ടാണ് നമ്മൾ ഹാഡ് ഉപയോഗിക്കുന്നത്, ഹാവ് ഉപയോഗിക്കാത്തത്. യാത്രയിലുടനീളം അയാൾ ഞങ്ങളെ ചിരിപ്പിച്ചു കൊണ്ടിരുന്നു എന്നാണ് പറയുന്നത്. കഴിഞ്ഞു പോയൊരു കാര്യമാണ്, അതുകൊണ്ട് ഹാഡ് ഉപയോഗിക്കാം നമുക്ക്. ഹി ഹാഡ് അസ് ലോഫിംഗ് ത്രൂ ഔട്ട് ദ ജേണി, അല്ലെങ്കിൽ ത്രൂ ഔട്ട് ദ ട്രിപ്പ്. ഹി ഹാഡ് അസ് ലോഫിംഗ് ത്രൂ ഔട്ട് ദ ട്രിപ്പ്. ഹി മെയ്ഡ് അസ് ലോഫ് എന്നും പറയാവുന്നതാണ്. ഹി ഹാഡ് അസ് ലോഫിംഗ്. ചിരിക്കുക എന്നത് ഒരു കണ്ടിന്യൂസ് ആക്ടിവിറ്റി എന്ന രീതിയിലാണ് നമ്മളിവിടെ ING ഫോം ഉപയോഗിച്ചത്. ഹി ഹാഡ് അസ് ലോഫിംഗ് അല്ലെങ്കിൽ ഹി മെയ്ഡ് അസ് ലോഫ്. ഇവിടെയും തന്നെ സബ്ജക്റ്റ്, പിന്നെ ഹാഡ്, അതിനുശേഷം ഒബ്ജക്റ്റ്, അതിനുശേഷം ING ഫോം. മേക്ക് ഉപയോഗിക്കുമ്പോൾ സബ്ജക്റ്റ്, പിന്നെ മേക്ക്, അതിനുശേഷം ഒബ്ജക്റ്റ്, പിന്നെ ടു ഇല്ലാത്ത ഇൻഫിനിറ്റീവ്. ചില വേർബ്സിന് ശേഷം നമ്മൾ ING ഫോംസ് യൂസ് ചെയ്യും. ചില വേർബ്സിന് ശേഷം നമുക്ക് ടു ഇല്ലാത്ത ഇൻഫിനിറ്റീവ് വേണം ഉപയോഗിക്കാൻ. ചില വേർബ്സിന് ശേഷം നമുക്ക് ടു ഉള്ള ഇൻഫിനിറ്റീവ് വേണം ഉപയോഗിക്കാൻ. മേക്കിന് ശേഷം നമ്മൾ ഉപയോഗിക്കുക ടു ഇല്ലാത്ത ഇൻഫിനിറ്റീവാണ്. ING ഫോം യൂസ് ചെയ്യാറില്ല. നീ ആ കർട്ടൻസ് കഴുകണം. ഇതെങ്ങനെ പറയാം? രണ്ട് രീതിയിൽ നമുക്കിത് പറയാം. യു മസ്റ്റ് വാഷ് ദോസ് കർട്ടൻസ്. നീ ആ കർട്ടൻസ് കഴുകണം. യു മസ്റ്റ് വാഷ് ദോസ് കർട്ടൻസ്. ഇവിടെ നീയാണ് കഴുകേണ്ടത്. അത് കഴുകണം എന്ന അർത്ഥത്തിലാണ് നമ്മളിവിടെ മസ്റ്റ് വാഷ് എന്ന് പറയുന്നത്. ഇനി മറ്റാരെ കൊണ്ടെങ്കിലും അത് കഴുകിക്കണം എന്നാണ് പറയേണ്ടതെങ്കിലോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം. യു മസ്റ്റ് ഹാവ് ദോസ് കർട്ടൻസ് വാഷ്ഡ്. യു മസ്റ്റ് ഹാവ് ദോസ് കർട്ടൻസ് വാഷ്ഡ്. ഇത് നേരത്തെ പറഞ്ഞ സ്ട്രക്ചറിൽ നിന്ന് അല്പം ഡിഫറെൻ്റ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ സ്ട്രക്ചറിൽ സബ്ജക്റ്റ്,
പിന്നെ ഹാവ് അല്ലെങ്കിൽ ഹാഡ്, അതിനുശേഷം ഒബ്ജക്റ്റ്, പിന്നെ നമ്മൾ ING ഫോം അല്ലെങ്കിൽ ടു ഇല്ലാത്ത ഇൻഫിനിറ്റീവ് എന്നാണ് പറഞ്ഞത്. ഇവിടെ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് V3 ആണ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ്. ഇതിന്റെ മീനിങ് പാസീവ് ആണ്, അതായത് ആരെ കൊണ്ടെങ്കിലും ചെയ്യിക്കണം എന്നാണ് രണ്ടാമത്തെ സെന്റൻസിന് അർത്ഥം. യു മസ്റ്റ് ഹാവ് ദോസ് കർട്ടൻസ് വാഷ്ഡ്. നമ്മളല്ല അത് ചെയ്യുന്നത്, മറ്റാരെ കൊണ്ടെങ്കിലും നമ്മൾ ചെയ്യിക്കുകയാണ്. ആ അർത്ഥത്തിലാണ് നമ്മളിവിടെ വാഷ്ഡ് എന്ന പാസ്റ്റ് പാർട്ടിസിപ്പിളോട് ഉപയോഗിക്കുന്നത്. ഇതിൽ ആദ്യത്തെ സെന്റൻസിന് അർത്ഥം നമ്മൾ തന്നെ കഴുകണമെന്നാണ്. രണ്ടാമത്തെ സെന്റൻസിൽ ആരെ കൊണ്ടെങ്കിലും അത് കഴുകിക്കണമെന്നാണ്. യു മസ്റ്റ് ഹാവ് ദോസ് കർട്ടൻസ് വാഷ്ഡ്. നമ്മുടെ മുടി ആരെ കൊണ്ടെങ്കിലും വെട്ടിക്കണം, ഒരു ബാർബർ ഷോപ്പിലോ മറ്റോ പോയി വെട്ടിക്കണം എന്നാണ് പറയേണ്ടതെങ്കിൽ നമുക്ക് എന്ത് പറയാം? യു മസ്റ്റ് ഹാവ് യുവർ ഹെയർ കട്ട്. യു മസ്റ്റ് ഹാവ് യുവർ ഹെയർ കട്ട്. കട്ട് എന്ന വെർബിന്റെ V3യും കട്ട് തന്നെയാണ്, അതുകൊണ്ടാണ് നമ്മൾ അവിടെ കട്ട് എന്ന വാക്ക് തന്നെ ഉപയോഗിച്ചത്. എന്റെ റേഡിയോ നേരെയാക്കണം. റേഡിയോ വർക്ക് ചെയ്യുന്നില്ല, അത് റിപ്പയർ ചെയ്യണം. ഞാൻ തന്നെ റിപ്പയർ ചെയ്യണം എന്നാണെങ്കിൽ നമുക്കിത് ഇങ്ങനെ പറയാം: ഐ മസ്റ്റ് റിപ്പയർ മൈ റേഡിയോ. ഐ മസ്റ്റ് റിപ്പയർ മൈ റേഡിയോ. റിപ്പയറിന് പകരം നമുക്ക് ഫിക്സ് എന്ന വെർബ് ഉപയോഗിക്കാം. അത് വളരെ ഇൻഫോർമൽ ആണ്. ഐ മസ്റ്റ് ഫിക്സ് മൈ റേഡിയോ എന്ന് നമുക്ക് പറയാവുന്നതാണ്. ഇനി മറ്റാരെ കൊണ്ടെങ്കിലും ഒരു ടെക്നീഷ്യനെ കൊണ്ട് നേരെയാക്കിക്കണം എന്നാണ് പറയേണ്ടതെങ്കിലോ, അതിന് നമുക്ക് ഇങ്ങനെ പറയാം: I must have my radio repaired. I must have my radio repaired. ഇവിടെ ഹാവിന് പകരം ഗെറ്റ് ഉപയോഗിക്കാവുന്നതാണ്. കഴിഞ്ഞ എക്സാമ്പിളിലും യു മസ്റ്റ് ഗെറ്റ് ദോസ് കർട്ടൻസ് വാഷ്ഡ് എന്ന് നമുക്ക് പറയാം. ഹാവ് അവിടെ നിർബന്ധമില്ല, ഗെറ്റ് ഉപയോഗിക്കാം. ഇവിടെയും തന്നെ ഐ മസ്റ്റ് ഗെറ്റ് മൈ റേഡിയോ റിപ്പയർഡ് എന്ന് പറയാം, അല്ലെങ്കിൽ ഐ മസ്റ്റ് ഹാവ് മൈ റേഡിയോ റിപ്പയർഡ്. രണ്ടാമത്തെ സെന്റൻസിൽ ഞാനല്ല റിപ്പയർ ചെയ്യുന്നത്, ആരെ കൊണ്ടെങ്കിലും റിപ്പയർ ചെയ്യിക്കുകയാണ് ചെയ്യുന്നത്. ഐ മസ്റ്റ് റിപ്പയർ മൈ റേഡിയോ എന്ന് പറയുമ്പോൾ ഞാൻ തന്നെ റിപ്പയർ ചെയ്യണം എന്നാണ് അർത്ഥം. എന്റെ വീട് വിട്ടുപോയില്ലെങ്കിൽ ഞാൻ നിന്നെ അറസ്റ്റ് ചെയ്യിപ്പിക്കും. ഞാൻ നിന്നെ അറസ്റ്റ് ചെയ്യിപ്പിക്കും. ഐ വിൽ ഹാവ് യു അറസ്റ്റഡ്. ഐ വിൽ ഹാവ് യു അറസ്റ്റഡ് ഇഫ് യു ഡോണ്ട് ലീവ് മൈ ഹൗസ്. നീ എൻ്റെ വീട് വിട്ടുപോയില്ലെങ്കിൽ. ഐ വിൽ ഹാവ് യു അറസ്റ്റഡ് അല്ലെങ്കിൽ ഐ വിൽ ഗെറ്റ് യു അറസ്റ്റഡ്. ഞാൻ അറസ്റ്റ് ചെയ്യുമെന്നല്ല പറയുന്നത്, ഞാൻ അറസ്റ്റ് ചെയ്യിപ്പിക്കും. ഞാൻ പോലീസിനെ വിളിച്ച് പോലീസ് നിന്നെ അറസ്റ്റ് ചെയ്യും എന്ന അർത്ഥത്തിലാണ് ഐ വിൽ ഹാവ് യു അറസ്റ്റഡ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഐ വിൽ ഗെറ്റ് യു അറസ്റ്റഡ്. ആദ്യം സബ്ജക്റ്റ്, പിന്നെ ഹാവ്, വിൽ ഹാവ് എന്ന വെർബാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. കാരണം ഫ്യൂച്ചർ പെർഫെക്റ്റിലാണ് ഈ സെന്റൻസ്, അതുകൊണ്ടാണ് നമ്മളിവിടെ വിൽ ഉപയോഗിക്കുന്നത്. അതിനുശേഷം വിൽ ഹാവിന് ശേഷം ഒബ്ജക്റ്റ്, ആരെയാണോ അറസ്റ്റ് ചെയ്യിക്കേണ്ടത് എന്ന അർത്ഥത്തിൽ നമ്മളവിടെ പിന്നെ ഒബ്ജക്റ്റ് ഉപയോഗിച്ചു. അതിനുശേഷം നമ്മൾ V3 ഉപയോഗിച്ചു. ഐ വിൽ ഹാവ് യു അറസ്റ്റഡ്. മറ്റൊരാളെ കൊണ്ട് ഒരു കാര്യം ചെയ്യിക്കും എന്നാണ് പറയുന്നത്. ഹാവിന് അല്ലെങ്കിൽ ഹാവ് ഗോട്ടിന് ശേഷം നമുക്ക് ടു ഇൻഫിനിറ്റീവ് യൂസ് ചെയ്യാൻ സാധിക്കും. എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം, മസ്റ്റിന് പകരമായിട്ടാണ് നമ്മളിങ്ങനെ ഹാവ് ടു അല്ലെങ്കിൽ ഹാവ് ഗോട്ട് ടു ഉപയോഗിക്കുന്നത്. ക്ഷമിക്കണം, സോറി, എനിക്ക് പോകണം, ഐ ഹാവ് ടു ഗോ അല്ലെങ്കിൽ ഐ ഹാവ് ഗോട്ട് ടു ഗോ. ഇവിടെ നമുക്ക് ഹാവും ഉപയോഗിക്കാവുന്നതാണ്, ഹാവ് ഗോട്ടും ഉപയോഗിക്കാവുന്നതാണ്. മീനിങ്ങിൽ വ്യത്യാസം ഒന്നും വരുന്നില്ല. ഞാൻ എപ്പോഴാണ് തിരിച്ചു വരേണ്ടത്? ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഡു ഉപയോഗിക്കാം, ഹാവ് ഉപയോഗിച്ച് നമുക്ക് ചോദിക്കാവുന്നതാണ്. വെൻ ഡു ഐ ഹാവ് ടു ബി ബാക്ക്? ഞാൻ എത്ര മണിക്കാണ് തിരിച്ചു വരേണ്ടത്, അല്ലെങ്കിൽ എപ്പോഴാണ് തിരിച്ചു വരേണ്ടത്? അല്ലെങ്കിൽ വെൻ ഹാവ് ഐ ഗോട്ട് ടു ബി ബാക്ക്? വെൻ ഹാവ് ഐ ഗോട്ട് ടു ബി ബാക്ക്? എനിക്ക് 9 മണിക്ക് ഓഫീസിൽ എത്തണം. ഐ ഹാവ് ടു റീച്ച് ഓഫീസ് അല്ലെങ്കിൽ ഐ ഹാവ് ടു റീച്ച് വർക്ക് അറ്റ് 9. ഹാവിന് പകരം നമുക്ക് ഹാവ് ഗോട്ട് ടു ഉപയോഗിക്കാം. ഐ ഹാവ് ഗോട്ട് ടു റീച്ച് ഓഫീസ് അല്ലെങ്കിൽ വർക്ക് അറ്റ് 9. വർക്ക് എന്ന് പറഞ്ഞാലും ഓഫീസ് എന്ന് പറഞ്ഞാലും ജോലി സ്ഥലം എന്ന് തന്നെയാണ് അർത്ഥം. ഐ ഹാവ് ഉപയോഗിക്കാം നമുക്ക്, അല്ലെങ്കിൽ ഐ ഹാവ് ഗോട്ട് ഉപയോഗിക്കാം. അതിനുശേഷം ടു ഇൻഫിനിറ്റീവ് ആണ് ഉപയോഗിക്കുന്നത്. ഐ ഹാവ് ടു റീച്ച് അല്ലെങ്കിൽ ഐ ഹാവ് ഗോട്ട് ടു റീച്ച്. എനിക്ക് സാധാരണ 9 മണിക്ക് ഓഫീസിൽ എത്തേണ്ടതുണ്ട്. ഇവിടെ നമ്മൾ ഗോട്ട് ഉപയോഗിക്കുന്നില്ല, കാരണം ഇത് നമ്മൾ റിപ്പീറ്റഡ് ആയി ചെയ്യുന്ന ഒരു കാര്യത്തിനെ കുറിച്ചാണ്. അങ്ങനെ പറയുമ്പോൾ നമുക്ക് ഹാവ് മാത്രമേ ഉപയോഗിക്കാൻ സാധിക്കൂ, ഹാവ് ഗോട്ട് ഉപയോഗിക്കാൻ സാധിക്കില്ല. ഐ യൂഷ്വലി ഹാവ് ടു ഗെറ്റ് ടു വർക്ക് അറ്റ് 9. എനിക്ക് സാധാരണ 9 മണിക്ക് ഓഫീസിൽ എത്തേണ്ടതുണ്ട്. ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. ഹാവും ഹാവ് ഗോട്ടും ഉപയോഗിക്കുന്ന ഡിഫറെന്റ് സ്ട്രക്ചേഴ്സ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് ഡിസ്കസ് ചെയ്തത്. വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ സീരീസിലെ മറ്റു വീഡിയോസും കാണുക. താങ്ക് യു ഫോർ വാച്ചിങ്.